തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ. മറുനാടൻ മലയാളികൾക്ക് സ്വത്വ പ്രകടനത്തിനുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു സാന്നിധ്യത്തെ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ ചില അടയാളങ്ങളെ ഇവിടെയും കൊണ്ടെത്തിച്ചുകൊണ്ട് തങ്ങളുടെ ഐഡൻറ്റിറ്റിയെ, അസ്തിത്വത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഓണാഘോഷത്തോടെടുക്കുമ്പോൾ എങ്ങനെയായിരിക്കാം മലയാളികളായ തമിഴ്നാട്ടുകാർ ഓണം ആഘോഷിക്കുന്നത്? മലയാള ചുണ്ടിൽ മറുനാട്ടിലെ, പ്രത്യേകിച്ച് ചെന്നൈയിലെ ഓണാഘോഷം എന്നാൽ ഓണത്തിന് മുമ്പേ തുടങ്ങി ക്രിസ്മസ് വരെ നീളുന്നതാണ്. ഓരോ മലയാളി സംഘടനയും അവരാലാവും വിധം ആഘോഷം കൊഴുപ്പിക്കാറുണ്ട്. നിലവിളക്ക് കൊളുത്തലും ഉദ്ഘാടന പ്രസംഗവും ആശംസകളും തീരുമ്പോഴേക്ക് ഓണസദ്യയ്ക്കുള്ള സമയമാവും. പിന്നെ കലാപരിപാടികൾ കാണാൻ ആളുണ്ടാകില്ല. എന്നാൽ ക്യാമ്പസ് ഓണം അങ്ങനെയല്ല. വെറും മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഉദ്ഘാടന സമ്മേളനം, അതും താരപ്രഭയുള്ള വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ. പിന്നെ ചെന്നൈ നഗരമധ്യത്തിലാണ് ലോയോള കോളേജ്, ഏറ്റവും അധികം മലയാളികൾ പഠിക്കുന്ന ക്യാമ്പസ്. പഠനത്തിനും പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും ഒരുപോലെ പേരുകേട്ട കോളേജ്. അതുപോലെ തന്നെ എല്ലാ വർഷവും അതിഗംഭീരമായി ഓണം ആഘോഷിക്കുന്ന ക്യാമ്പസ് എന്ന പേരും ലോയോളയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. കാണാം ലോയോളയിലെ മലയാളി കുടുംബത്തിന്റെ ഓണാഘോഷം. പെൺകുട്ടികൾ കേരള സാരിയും ആൺകുട്ടികൾ കസവുമുണ്ടുമായിരുന്നു വേഷം. പ്രേമം ഹാങ് ഓവർ ഇപ്പോഴും ക്യാമ്പസുകളിലുണ്ടെന്ന ഓർമ്മപ്പെടുത്തലുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കറുത്ത ഷർട്ടും ധരിച്ചെത്തി. കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടണം, ആകെ വിയർക്കണം. നാടിഞ്ഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ടുകയറാണ്. ആഘോഷത്തിന്റെ എല്ലാ അവസരങ്ങളും സെൽഫിയിലാക്കാനും ആരും മറക്കുന്നില്ല. ഹരിഹർ നഗറിലെ തോമസ് കുട്ടി എന്ന അശോകനായിരുന്നു ഇത്തവണത്തെ താരം. അശോകനടക്കമുള്ള വിശിഷ്ടാതിഥികൾ താളമേളങ്ങളുടെ അകമ്പടിയോടെ മാവേലിയെ ആദരിച്ചാനയിച്ചു കൊണ്ടുവന്നതോടെ ഓണാഘോഷം തുടങ്ങി. കുതിരവണ്ടിയിലുള്ള മാവേലിയുടെ വരവൊഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാം കേരളീയം. ചെറിയ ഉദ്ഘാടന സമ്മേളനം. ഏതാനും മിനിറ്റുകൾ കൊണ്ട് ക്യാമ്പസ് ഓർമ്മകൾ അയവിറക്കിയ അശോകൻ കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് എങ്ങനെയാണ് ചെന്നൈയിലെ ക്യാമ്പസ് വ്യത്യസ്തമാകുന്നതെന്ന് ഓർമ്മപ്പെടുത്തി. നമ്മൾ അടുത്ത സമയത്ത് കഴിഞ്ഞ ഒരു വർഷം അല്ല അതിന് മുമ്പുള്ള സമയങ്ങൾ നമ്മൾ കണ്ടു. ഒരു കോളേജ് ക്യാമ്പസിൽ ഓണം സംബന്ധിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഭയങ്കരമായിട്ട് വണ്ടി, കാറ്, ജീപ്പിലും ഫയർ എഞ്ചിനിലൊക്കെ കയറിക്കൊണ്ട് അവർ ഒരു സിനിമയുടെ മറവിൽ ചെയ്ത കുറേ കോലാഹലങ്ങൾ നമ്മൾ കണ്ടു. ആഘോഷം നല്ലതാണ്, പക്ഷേ അതൊരു അതിര് വിട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. എനിക്കെന്നുള്ളതല്ല, നമ്മുടെ മിക്കവാറും കേരളത്തിലുള്ള എല്ലാവർക്കും തോന്നിയിരുന്നു. ഉദ്ഘാടന സമ്മേളനത്തോടെ കഴിഞ്ഞു ഔപചാരികത. പിന്നെ തകർപ്പൻ പരിപാടികളാണ്. ഓണപ്പാട്ടും ഡാൻസും തിരുവാതിരകളിയും വഞ്ചിപ്പാട്ടുമെല്ലാം മാറി മാറി വേദിയിലെത്തി.
രൂപം ശൈലപുത്രിക്കുള്ളിൽ തെളിഞ്ഞു. തിരുവാതിര കളി സ്ത്രീകൾക്ക് മാത്രമല്ല, തങ്ങൾക്കും വഴങ്ങുമെന്ന് കാണിക്കാൻ ആൺകുട്ടികൾ വേദിയിലെത്തിയപ്പോൾ നീണ്ട കരഘോഷത്തോടെയാണ് കാണികൾ വരവേറ്റത്. പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. എങ്ങനെയുണ്ട് എന്റെ പാപ്പാ പ്രാസം? ഇത്രയും കഴിവുള്ളതാണെന്ന് ആർക്കും എന്നെ തടുക്കാനാവും. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. മണ്ണിന്റെ മണമുള്ള കവിതകളാണ് എന്റെ. അതൊക്കെ എഴുതിയിട്ട് കുഴിച്ചിടും. ഒത്തിരി സ്വപ്നങ്ങൾ ഒളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. താനൊന്നും മിണ്ടാതിരിക്കണ്ട. ഈ വാർപ്പിന്റെ എന്റെ കോൺസെൻട്രേഷൻ പോണൊന്ന്. പിന്നെ വാർപ്പിന് പരീക്ഷ എഴുതല്ലേ. വടംവലിയായിരുന്നു ആഘോഷത്തിലെ ഏക മത്സരം. മത്സരിക്കാൻ 4 ടീമുകൾ എത്തിയപ്പോൾ സെമി ഫൈനലും പിന്നീട് ഫൈനലും നടത്തിയാണ് വിജയികളെ കണ്ടെത്തിയത്. പഴക്കുലയായിരുന്നു ഇവിടെ വിജയികൾക്കുള്ള സമ്മാനം. ഏറ്റവും ഒടുവിലായി വിഭവസമൃദ്ധമായ ഓണസദ്യ. ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ